വണക്കം വന്ദനം നമസ്കാരം ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 19-ാം തീയതിയാണ്, ജൂൺ മാസം 2025 രാവിലെ 7 മണി, ഏകദേശം 8:15 അടുപ്പിച്ചായിട്ടുണ്ട്. ഇന്ന് ഇൻഡിവിജ്വലായിട്ട് ലേൺ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഒരു പ്രയോജനമായിരിക്കും തോന്നുന്നു. ഞാൻ പഠിച്ചത്, ഞാൻ ലേൺ ചെയ്തത് സ്വന്തമായിട്ടാണ്. സോ ഈ ലേണിങ്ങിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പം ലേൺ ചെയ്ത് ലോങ് ടേമിൽ സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ട്രേഡ് എൻട്രിയും എക്സിറ്റും എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ഉപയോഗമാകും എന്ന് ഞാൻ നോക്കുന്നു. ഇത് നിഫ്റ്റി ഫ്യൂച്ചർ ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ ഇന്നലത്തെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇത് 99% യൂട്യൂബ് ആൾക്കാരും ഇത് പറഞ്ഞു തരാറില്ല. അവർ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. ഇതിനെക്കുറിച്ച് ആരും ഡിസ്കസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. വളരെ വളരെ ചുരുക്കം 1% ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തൊക്കെയാണ് നിറച്ച് കാര്യങ്ങൾ ഹൈഡായിട്ടിരിക്കുന്നത്. ഇതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നിറച്ച് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ട്രേഡറായിട്ട് മാറാൻ പറ്റും. സോ ഇതിനകത്ത് ഇന്നലത്തെ ചാർട്ടിൽ ഇത് നിഫ്റ്റി ഡെറിവേറ്റീവ്സാണ്. ഇന്നലെ 24,900 എന്ന് പറയുന്നത് സ്ട്രാഡിലായിരുന്നു. സ്ട്രാഡിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. സ്ട്രാഡിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഉപയോഗം എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ തോന്നുന്നു. സോ അതറിയാത്തവർ അതെന്താണെന്ന് വെച്ചാൽ പഠിക്കുക. സോ സ്ട്രാഡിലായിരുന്നു, 24,900 സ്ട്രാഡിലായിരുന്നു ഇത് ഇന്നലത്തെ ചാർട്ട് പ്രകാരം. അത് ഫ്യൂച്ചർ ചാർട്ട് വെച്ചാണ് നമ്മുടെ അനാലിസിസ് ഇവിടെ ചെയ്തിട്ടത്. അതേപോലെ ഈ ഫ്യൂച്ചർ ചാർട്ട് വെച്ച് ചെയ്യുമ്പോൾ ഇത് ഇന്നലത്തെ, അതായത് ഇപ്പോൾ എടുത്ത ഇതല്ല, ഈ ലെവലല്ല. ഇന്നലെ രാവിലെ സ്ക്രീൻഷോട്ട് ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിരുന്നു. വീഡിയോ ഇടാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ വെറുതെ ഒരു ചാർട്ട് നമ്മൾ അതിനകത്ത് ഇടും, എന്നിട്ട് പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്താണെന്ന് പറഞ്ഞിടും. ഇത് സ്റ്റഡി ചെയ്ത് റെഗുലറായിട്ട് നോക്കി എടുക്കുന്ന ആൾക്കാർക്ക് നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. നിറച്ച ആൾക്കാർ ഇൻഡിവിജ്വലായിട്ട് എനിക്ക് അയക്കുന്നുമുണ്ട് ഇതെങ്ങനെയാണ് ഇത്രയ്ക്കും അക്യുറേറ്റായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇന്നലെ രാവിലെ നമ്മൾ ഇട്ടത് 24,960, 24,935. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. സോ ഇതുണ്ടോ, എത്ര അക്യുറേറ്റായിട്ട് 24,960 അവിടെ നിഫ്റ്റി ഫ്യൂച്ചർ ഒരു നല്ലൊരു സെല്ലിംഗ് പ്രഷർ അവിടെ നിന്ന് വരികയും മുകളിൽ നിന്ന് താഴോട്ട് നല്ലൊരു ഒരു സ്പീഡി ഒരു ഫ്ലോ താഴോട്ട് കാണുകയും നമുക്ക് ഇന്നലെ കാണാനും പറ്റി. ഇത് എല്ലാവരും ആലോചിക്കുക, ഇവിടെ സെല്ലർ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ് എല്ലാവരും ആലോചിക്കേണ്ടത്. ഓക്കെ, സെല്ലറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പോൾ ഇവിടെ ആരാണ് സെല്ല് ചെയ്തേക്കുന്നത് അല്ലേ? അപ്പോൾ ആൾക്കാർ പറയും PE വാങ്ങിച്ചിട്ടുണ്ട്, ആരോ PE ഭയങ്കരമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് ആൾക്കാർ വിചാരിക്കുക. അങ്ങനെയല്ല. ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ 24,900 സ്ട്രാഡിൽ കണ്ടല്ലോ. അപ്പോൾ ഈ 24,900 സ്ട്രാഡിലിൻ്റെ റെസിസ്റ്റൻ്റാണ്. ഇത് കഴിഞ്ഞാൽ, ഇത് പൊട്ടിച്ചാൽ അവർക്ക് നഷ്ടം വരും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് ഈ പ്രീമിയം 24,960 മുകളിൽ പോയാൽ ഈ വിറ്റ ആൾക്കാരുണ്ടല്ലോ, ഏതാ നിഫ്റ്റിയുടെ ഈ 24,900 വിറ്റ ആൾക്കാർക്ക് നഷ്ടം വരും. മനസ്സിലായില്ല? അപ്പോൾ അവരൊരു പ്രൈസ് റേഞ്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ പോകാൻ പാടില്ല. അതിൻ്റെ മുകളിൽ പോയാൽ അവർക്ക് നഷ്ടം വരും. അപ്പോൾ ഈ സ്ട്രാഡിൽ വിറ്റ ആൾക്കാർ നല്ല ബലവാന്മാരാണ്. ബലവാന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് മണി പവർ, അല്ലേ? മണി പവർ. അപ്പോൾ ഈ ലെവൽ വന്നപ്പോൾ അവർ വീണ്ടും കുറേ അങ്ങ് വിറ്റു. എന്താണ് 24,900 CE അവരങ്ങ് വിറ്റു. കാര്യത്തിൽ ഇത് വിൽക്കുമ്പോഴാണ് താഴോട്ട് പോവുക. അപ്പോൾ അവർക്ക് പ്രീമിയം വീണ്ടും അവർക്ക് നല്ല ലാഭത്തിൽ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇത് നിങ്ങളുടെ ഈ സ്ട്രൈക്കിൻ്റെ പ്രീമിയം ചാർട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യുക, ഏത് പ്രൈസിലാണ് അവർ വിറ്റിരിക്കുന്നത്. 24,900 CE ആൾക്കാർ ഏത് പ്രൈസ് ലെവലിലാണ് വിറ്റിരിക്കുന്നത്. ആ ലെവലിന് എന്തെങ്കിലും സാമ്യത പ്രീവിയസ് ആയിട്ടുണ്ടോ, ഇതിന് മുന്നേ ഉള്ള ട്രേഡിംഗ് ദിവസത്തിന് എന്തെങ്കിലും സാമ്യത ഉണ്ടോ, ഇതൊക്കെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ചാർട്ടിലോട്ട് പോകാം. ഇത് ഇന്നത്തെ ചാർട്ടാണ്. ഓക്കെ, ഇന്നത്തെ ചാർട്ടിൽ നമുക്ക് പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട്. 90 രൂപയാണ് ഇന്നത്തെ
ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 90 രൂപയാണ് നമുക്ക് വരുന്നത്. സോ ഇതാണ് ലെവൽസ് നോക്കുക. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ചാർട്ടാണ്. ലെവൽസ് നോക്കുക. പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.